തഴവ ഉസ്താദിന്റെ വയല് കേൾക്കാൻ വേണ്ടി പോയി. അങ്ങനെ വയല് എന്താ വെച്ചാല് സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ചാണ് വയല്. അതിങ്ങനെയാണ് പറഞ്ഞത്. കോഴിക്കോടുള്ള കുഞ്ഞി മുഹമ്മദ് എന്ന് പേരായ ഒരാള് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ അയച്ചു. എല്ലാ ദിവസവും 1 ഉറുപ്പ്യ അയച്ചു. കോടിക്കണക്കിന് ഉറുപ്പ്യുള്ള പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് 1 ഉറുപ്പ്യ കൊണ്ട് എന്താ? പക്ഷെ കുഞ്ഞമ്മ എന്ത് ചെയ്തു? 1 ഉറുപ്പ്യ അയച്ചു. കുറേ ദിവസം ഈ 1 ഉറുപ്പ്യ ഇങ്ങനെ കിട്ടിയപ്പോ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി മൂപ്പരോട് പറഞ്ഞു, കോഴിക്കോടുള്ള ഒരു കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് നമ്മളെ ഫണ്ടിക്ക് 1 ഉറുപ്പ്യ അയക്കണുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു പരിഗണന ഒന്നും കിട്ടുമല്ലോ, 1 ഉറുപ്പ്യല്ലേ, അങ്ങനെ എത്ര വിരാന്തന്മാര് എന്ന് വിചാരിക്കും സ്വാഭാവികം. പക്ഷെ അയാൾ നിർത്തിയില്ല. അയാൾ 1 രൂപ വീണ്ടും അയച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോ സെക്രട്ടറി വീണ്ടും പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോടുള്ളൊരു കുഞ്ഞഹമ്മദ് നമ്മുടെ ഫണ്ടിലേക്ക് 1 രൂപ അയക്കണുണ്ട് എന്ന്, അയാൾ ഇപ്പോഴും അയക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോ അയാൾ ഇപ്പോഴും അയക്കണുണ്ടോന്നോ എന്ന് ചോദിച്ചു. വീണ്ടും 1 രൂപ അയക്കൽ തുടർന്നു. കുറെ കഴിഞ്ഞപ്പോ വീണ്ടും ഇങ്ങോട്ട് ചോദിച്ചു, അന്ന് ഇജ്ജ് പറഞ്ഞില്ലേ 1 ഉറുപ്പ്യ അയക്കണ ഒരു കുഞ്ഞഹമ്മദ് ഉണ്ട് എന്ന്, അതിപ്പോ കിട്ടലുണ്ടോ ചോദിച്ചു. അവ പറഞ്ഞു ഇപ്പോഴും കിട്ടുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ പിന്നൊരിക്കൽ വലിയൊരു ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി പ്രധാനമന്ത്രി കോഴിക്കോട്ടേക്ക് വരികയാണ്. വരുന്നതിന്റെ മുന്നേ തന്നെ പറഞ്ഞു, അന്നത്തെ ആ കുഞ്ഞഹമ്മദ് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജ് നമുക്ക് ഹാജരാക്കണം എന്ന് പറഞ്ഞു. അതിലൊരു പ്രത്യേകമായ പാസ്സൊക്കെ കിട്ടി. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജുമൊക്കെ ഇങ്ങനെ ചെല്ലാണ് കുഞ്ഞഹമ്മദ്. അതിൽ പ്രധാനമന്ത്രി കസാലയെന്നും ഇങ്ങോട്ട് നീച്ചിങ്ങാണ്ടുണ്ടാവും ഒരു കെട്ടിപ്പിടിക്കല്. ഇങ്ങനെ മഷറയിൽ നമുക്ക് ചെല്ലേണ്ടി വരുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് ചെല്ലണമെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 3 സലാത്തണ്ട് അയച്ചാളിട്ടോ എന്ന് പറഞ്ഞത് ചെറിയ കുട്ടി ഓതാൻ പോലെ തുടങ്ങിയ സമയമാണ്. ഞാൻ അന്ന് വയലേക്കാൻ പോയിട്ട് കേട്ടതാണ്, ഇപ്പോഴും കൽബിലുണ്ട്. അതുകൊണ്ട് ആത്മഹർഷം തുടികൊട്ടുന്ന ഖിയാമത്തിലെ ഏക പ്രതീക്ഷയുള്ള വെള്ളം മുഹമ്മദ് നബിയുടെ വെള്ളമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശഫാഅത്ത് എന്ന് പറഞ്ഞാല് അവകാശമില്ലാത്ത ഒരു കാര്യം കിട്ടലല്ല, അവകാശമുള്ളത് സ്പീഡാവല. കണ്ണില്ലാത്തോന് കണ്ണട വെച്ചാൽ കാണുന്നില്ല. കുറച്ചീച്ച കാഴ്ചയുള്ളവന് നല്ലോണം കാണാനാണ് കണ്ണട. ഒരു യോഗ്യതയില്ലാത്ത ആൾക്ക് ശഫാഅത്ത് കിട്ടൂല, അതുകൊണ്ടൊരു സ്വർഗത്തിലും പോവില്ല. സ്വർഗത്തിലേക്ക് യോഗ്യതയുള്ള ഒരാൾക്ക് സ്വർഗം സ്പീഡാവാനാണ് ശഫാഅത്ത് എന്ന് പറഞ്ഞത്. ആ ഒരു ശഫാഅത്തല്ലാതെ വേറെ ഒരു പ്രതീക്ഷയും മശ്റയിലില്ല, വേറെ ഒരു പ്രതീക്ഷ